നാളെ എന്താ പരിപാടി പറടാ നാളെ എന്താ പരിപാടി? അങ്ങനെ നിശ്ചയത്തിന് തലേന്ന് എല്ലാരും കൂടെ എങ്ങോട്ടാ പോണേന്നറിയാവോ? ഡ്രസ്സ് എടുത്തിട്ടില്ല, നമ്മുടെ മണവാളനും ഡ്രസ്സ് എടുത്തിട്ടില്ല, മണവാളിന്റെ അമ്മയ്ക്കും ഡ്രസ്സ് എടുത്തിട്ടില്ല, ആർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അപ്പൊ നമ്മളിതേ കുഞ്ഞാവേനെ മാത്രം ചാച്ചറയിൽ ഏൽപ്പിച്ചിട്ട് എമിക്കുട്ടീനേക്ക് ഇട്ട് നമ്മളെല്ലാരും കൂടിയിട്ട് പോവാണ് ഡ്രസ്സ് എടുക്കാനായിട്ട്. ഇതാണ് തക്കു, ഡിച്ചന്റെ അനിയനാണ്. ആ കണ്ണട വെച്ചേക്കനാണ് ഷേളമ്മ. ഷേളമ്മക്ക് നിശ്ചയത്തിനുള്ള ചുരിദാർ എടുക്കാനാണ് നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും ഒന്നും സെറ്റ് ആവാത്തതുകൊണ്ടിട്ട് ലാസ്റ്റ് ഈ ഒരു സാരി എടുക്കാമെന്ന് തീരുമാനമായിട്ടാ. അപ്പൊ ബ്ലൗസ് ഇനിയിപ്പോൾ ഈ രാത്രി കൊണ്ടിട്ട് എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് വീട്ടിലിപ്പോൾ തൽക്കാലം ഒരു നേവി ബ്ലൂ കളറിലത്തെ ബ്ലൗസ് ഉണ്ട്, നമുക്ക് അത് വെച്ചിട്ട് പെയർ ചെയ്യാമെന്നും പറഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഇത് എടുത്തു. കളറൊക്കെ നല്ല ഡ്രസ്സില്ലേ കാണാനായിട്ട്, എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ട് കളറൊക്കെ. അപ്പോൾ ഞങ്ങൾ വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഷേളമ്മക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. നല്ല കളറ്, അതും ബനാറസി മോഡലായിരുന്നേ. ഈ കടയിലാണെങ്കിൽ നല്ല കളക്ഷൻസ്. എനിക്ക് ആ ഒരു ടോപ്പ് ഭയങ്കര ഇഷ്ടമായിട്ട്, ആ ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു ലൈറ്റ് കളർ, അത് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞങ്ങളിതേ സാധനമൊക്കെ എടുത്ത് ഇറങ്ങി. തക്കുവേ അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബ്ലൗസ് വീട്ടിലൊരെണ്ണുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ബന്ധവും ഇല്ലെന്ന് സാരിയായിട്ട്. പിന്നെ രാത്രി തന്നെ ഞാനിരുന്ന് തയ്ക്കാന്ന് ഓർത്തിട്ട് അങ്ങനെ തയ്ക്കാൻ തുടങ്ങിയിട്ട്. എനിക്കാണെങ്കിൽ ഈ മെഷീനിൽ അടിക്കാൻ അത്ര വലിയ പാങ്ങുണ്ടായിരുന്നില്ല. എൻ്റെ മെഷീൻ വേറെ ടൈപ്പ് ആയതുകൊണ്ട് ഇതിലടിച്ച് എത്രമാത്രം സെറ്റ് ആവും എന്നൊക്കെ ഒരു ടെൻഷനായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ തട്ടിക്കുത്തി ഒപ്പിച്ചെടുത്ത് ഷേളമ്മക്കാണെങ്കിൽ എങ്ങനെയും ഒന്ന് തയ്ച്ച് കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു. ലാസ്റ്റ് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം 12:15 ആയിട്ട ടൈം. രാത്രി അതിന് ഹെമ്മിങ്ങും ബുക്ക് പിടിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ തന്നെ 1 മണിയായിട്ടാ. നിശ്ചയത്തിന് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.